ഹലോ, ഇതൊരു പ്ലാൻ ചെയ്തെടുത്ത ട്രാവൽ വ്ളോഗൊന്നുമല്ല. വീട്ടിലിരുന്ന് മടുത്തപ്പോൾ വണ്ടിയും എടുത്ത് ഒരു ഖരക്കും വാങ്ങി ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടാളും. ഇപ്പം എന്തായാലും റാസൽ ഖൈമ ടു ഫുജറ റോഡിലാണ്. വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം, അത്രയേ പ്ലാനുള്ളൂ. മണ്ണും കല്ലും ഉരുളൻ കല്ലുകളുമൊക്കെ ആയിട്ടുള്ള മലകളാണ് റോഡിന് ഇരുവശവും. ക്യാമറ ഇതിനുള്ള ജസ്റ്റിസ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല, എന്നാലും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. യു എയിൽ പലയിടത്തും ലൈം സ്റ്റോൺ ഖനനവും ക്വാറികളും ഒക്കെയുണ്ട് ഇതിനിടയിൽ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറുപൊതിയൊക്കെ എന്തായാലും കയ്യിലുണ്ട്. ഇത് ദിബയിലുള്ളൊരു ബീച്ചാണ്. പാർക്കിനുള്ളിൽ ഒരു ബീച്ച്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. കടൽ നല്ല ഇറങ്ങി കിടക്കുകയാണ്. ലോ ടൈഡാ. ആളുകൾ ഒരു വടിയും ബക്കറ്റുമൊക്കെയായി നടന്ന് ചെറിയ കക്കായും മീനും ഒക്കെ പെറുക്കുന്നുമുണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ടുവന്ന് പൊതിച്ചോറുമൊക്കെ കഴിച്ച് പയ്യെ അവിടെ നിന്നിറങ്ങി. പിന്നെ വഴിയിൽ കണ്ട ഒരു നഴ്സറിയിലേക്ക് കയറി. ചെടികൾ എന്തായാലും നമുക്ക് പ്രിയപ്പെട്ടതാണല്ലോ, അതൊക്കെ ഒന്ന് കണ്ടു നടക്കാമെന്ന് വെച്ചു. നല്ല രസമുണ്ട് കാണാൻ. ഇതുണ്ടോ, ഈ ചെടി കണ്ടോ, ബന്ദിയാ? ഈ പൂവാണ്, നല്ല രസമില്ലേ? ചെടിയൊക്കെ കണ്ടപാടെ കയ്യിലെ ക്യാമറ മര്യാദയ്ക്ക് പിടിക്കണമെന്ന കാര്യം ഞാൻ മറന്നേ പോയി. അതോട് നടന്നിട്ട് വരാം. മറ്റേ ആ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അവിടെ. വലിയ മുളകല്ലേ, എന്ത് വളം ചെയ്താലോ ഉണ്ടാകുന്ന. ഞാൻ ഇങ്ങനെ പിടിക്കാൻ ശരിയാവോ? നീ പിടിക്കാവോ? എന്താ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടുകാരും കൂട്ടുകാരും ഒന്നും കൂടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയാണ് യു എയിലെ നമ്മുടെ സമയം പോകുന്നത്. വണ്ടിയെടുത്ത് ഇങ്ങോട്ടേലേക്ക് ഇറങ്ങും, കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കും, അതൊക്കെ തന്നെ. ഞാൻ ആദ്യമായിട്ടാ പൂത്ത് കണ്ടേക്കുന്നേ. അതിന് പൂവുണ്ട്, ഞാൻ പൂത്ത് കണ്ടിട്ടില്ല. എടാ, ഈ മുൾച്ചെടി ഉണ്ടോടാ? എൻ്റെ കായാണല്ലേ, രസമുണ്ട് കാണുന്നത് അല്ലേ? ഇത് കാട് പിടിച്ചെടുക്കാം, ആർക്കും വേണ്ടാണ്ട്. ചട്ടി വേണ്ട, ഒരു കഷ്ണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയല്ലടാ. ഓ, ഇതിലെന്തോ കാ കിടപ്പുണ്ട്. ഇതെന്താ? ഇതിലെന്തോ ഫ്രൂട്ട് ഉണ്ട്, ഉണ്ടോ? ഓറഞ്ച് അല്ല, മറ്റേ ആ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ എന്തോ ആപ്പിൾ എന്ന് പറയണല്ലേ, അതാണോ ഇത്? അതാണോ ഇത്? പുള്ളിയോട് ചോദിക്കായിരുന്നു എന്നൊന്ന്. അത് ആ സാധനം ഞാൻ പക്ഷെ തിന്നിട്ടില്ല ഇതുവരെ അങ്ങനെ. വേണ്ട വേണ്ട, പുള്ളി ഇവിടെ ഉണ്ടായിരുന്നേ ചോദിച്ചിട്ട് ഒരെണ്ണം പറിക്കായിരുന്നു. പുള്ളി ഇല്ല. മുരിങ്ങ ഇതെന്നാ? ഇതെല്ലാം പച്ചക്കറിയാട്ടോ. പാഴ്സലി. മല്ലിയല്ല, അത് പാഴ്സലിയാ. പാഴ്സലിയാടാ, ആണോ? ആ, മല്ലിയല്ല.
ഇതെല്ലാം പച്ചക്കറിയാ, ഈ ഏരിയ പച്ചക്കറിയാ. ആ കണ്ടു. ആ ഈ ചെടിയുടെ ഈ പൂ കാണാൻ രസമുണ്ടല്ലേ, ഈ കുഞ്ഞിപ്പൂ. വാഴ മണിയുണ്ടല്ലോ, വാഴ. ഇവിടെ ഈ നിൽക്കുന്ന ചെടികളൊന്നും കണ്ടില്ല നമ്മൾ. ഓ ഇത് മറ്റേ സൺഫ്ലവറാ. വളവോ? അതും വേറെ അപ്പുറത്ത് ചോദിച്ചു നോക്കും. പനിക്കൂർക്ക നിൽക്കുന്നു. റോസ്മേരി അല്ലേടാ അത്? അത് ആ ഈ നിൽക്കുന്ന റോസ്മേരി. അത് വേണോ? അത് നമുക്ക് വേണം കടയിൽ നിന്ന്. നമ്മളിതുവരെ നടാൻ ശ്രമിച്ചിട്ടില്ല. ചെടിയൊക്കെ കണ്ട ശേഷം ഒരു കോർണർ സൈഡിലേക്ക് പോയി. അവിടെ കുറച്ചു നേരം നിന്നു. ദാ ആ വരുന്ന പൂച്ചയെ അലക്സിന് ഇഷ്ടമായി. പക്ഷേ പൂച്ച സാറിന് അലക്സിന് ഇത്ര പിടിച്ചില്ല. എന്തായാലും അവിടുന്ന് പയ്യെ വണ്ടി എടുത്തിറങ്ങി. ഇത് ദിബയിലുള്ളൊരു വാട്ടർ കനാലാണ്. കൃത്യമായി പറയാൻ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. ബോട്ടുകൾക്കുമൊക്കെ ഇതിലൂടെ പോകാമെന്ന് തോന്നുന്നു. അതെൻ്റെ ഒരു ഊഹം മാത്രമാണ്. എന്തായാലും ഒരു ഈവനിങ് വാക്കിനൊക്കെ വീട്ടുകാരും ഫാമിലിയുമൊക്കെ വരാൻ പറ്റിയൊരു നല്ല സ്ഥലം. അങ്ങനെ ഏതൊരു മലയാളിയുടെയും വികാരമായ മുരിങ്ങ പൂത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്.